തെരുവിൽ നിന്നും തന്നെ എടുത്തു വളർത്തിയ പ്രിയ യജമാനനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തിക്കിലും തിരക്കിലും ആംബുലൻസിനുള്ളിൽ കയറിപ്പറ്റിയ ടൈഗർ എന്ന നായയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാകുന്നു. നവംബർ മാസം 2-ാം തീയതി അന്തരിച്ച തിരുവല്ല മേപ്രാൽ കട്ടപ്പുറത്ത് പാലത്തിട്ടയിൽ വീട്ടിൽ 69-കാരനായ PM മാത്യുവിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി ആംബുലൻസിലേക്ക് കയറ്റുന്നതിനിടെ വീടിന്റെ പിൻവശത്ത് ചങ്ങലയിൽ ബന്ധിച്ചിരുന്ന ടൈഗർ ചങ്ങല പൊട്ടിച്ച് വീടിന്റെ ചുറ്റുമതിലും ചാടിക്കടന്ന് ആംബുലൻസിനടുത്തേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. തുടർന്ന് ആംബുലൻസിന് ചുറ്റിലുമുള്ള തിക്കും തിരക്കും വകവയ്ക്കാതെ ആംബുലൻസിനുള്ളിൽ കയറി തന്റെ യജമാനനെ ദൈന്യമായ മുഖത്തോടെ ടൈഗർ അവസാനമായി ഒരു നോക്ക് കണ്ടു. ആംബുലൻസിലേക്ക് കയറിയ ടൈഗറിനെ പിന്തിരിപ്പിക്കാൻ ഒരു ബന്ധു ശ്രമിക്കുന്നതും അത് വകവയ്ക്കാതെ മുഖമുയർത്തി മാത്യുവിനെ കാണുന്ന ടൈഗറിനെയും ദൃശ്യങ്ങളിൽ കാണാം. ഇതിനുശേഷം ആംബുലൻസിൽ നിന്നും തിരികെ ഇറങ്ങി വീടിന്റെ പോർച്ചിൽ മ്ലാനതയോടെ മുഖമമർത്തി കിടക്കുന്ന ടൈഗർ കണ്ടുനിന്നവരുടെയും കണ്ണുകളെ ഈറനണിയിച്ച ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. മാത്യുവിന്റെ ബന്ധുവാണ് കഴിഞ്ഞ ദിവസം ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. തുടർന്ന് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ വീഡിയോ വൈറലാവുകയായിരുന്നു. ഏകദേശം 4 വർഷം മുമ്പാണ് വീടിന് സമീപത്തെ റോഡിൽ നിന്നും 2 മാസത്തോളം പ്രായമുള്ള നായക്കുട്ടിയെ മാത്യുവിന് ലഭിച്ചത്. തുടർന്ന് വീട്ടിലെത്തിച്ച നായക്കുട്ടിക്ക് ടൈഗർ എന്ന പേരുമിട്ടു. മക്കൾ 2 പേരും വിദേശത്തായ മാത്യുവും ഭാര്യ എൽസിയും വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ ടൈഗറിനെ പരിപാലിച്ച് വളർത്തുകയായിരുന്നു. ഇതിനിടെയാണ് മാത്യു ഈ ലോകത്തു നിന്നും വിട പറഞ്ഞത്.